MBBS അല്ലെങ്കിൽ എന്ത്? BDS എടുക്കണോ വെറ്റിനറി എടുക്കണോ? വെറ്റിനറിയേക്കാൾ നല്ലത് അഗ്രികൾച്ചർ ആണോ ഫിഷറീസ് ആണോ? ഈ അഗ്രികൾച്ചറും ഫിഷറീസും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ സാധ്യത? ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ എഴുതി അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പൊതുവായ കുറെ ആശങ്കകളും സംശയങ്ങളാണിത്. ഞാൻ എപ്പോഴും പറയുന്നത് 2-3 കൊല്ലം പ്രിപ്പയർ ചെയ്ത് ഈ പ്രാവശ്യത്തെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി MBBS കിട്ടില്ല എന്ന് കരുതുന്ന ബോർഡർ ലൈനിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോടും അതുപോലെ മറ്റുള്ളവരോടുമാണ്. ഇനി ബോർഡർ ലൈനിൽ അല്ലെങ്കിൽ പോലും MBBS അല്ലെങ്കിൽ എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നത് വലിയൊരു ആശങ്ക നിറഞ്ഞ ചോദ്യവും കൺസേണുമാണ് പാരൻസിനെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു ഉദാഹരണം, നമ്മളൊരു കല്യാണ വീട്ടില് സദ്യ ഉണ്ണാൻ വലിയൊരു പരിപാടിയാണ്. സദ്യ ഉണ്ണാൻ വേണ്ടി ചെന്നു, പങ്കെടുക്കാൻ വേണ്ടി ചെന്നു, ക്ഷണം കിട്ടി ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വരൻ വന്നിട്ടില്ല, ആള് ഒളിച്ചോടിപ്പോയി, കല്യാണത്തിൽ നിന്ന് പിന്മാറി. അപ്പൊ കൂട്ടത്തിൽ സുന്ദരനായ സുന്ദരിയായ നമ്മളോട് വധുവിനെയോ വരനെയോ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ നിർബന്ധിതരായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയില്ലേ? ചില ആളുകൾ അതിലങ്ങ് തൃപ്തരായി പിന്നീട് യോജിച്ചങ്ങ് പോവും. യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ പോലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കെ ഒട്ടും സ്വപ്നം കാണാത്ത, താല്പര്യപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത ഒന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിന്താഗതി, ഒരു അവസ്ഥ, അത് തന്നെയാണ് കല്യാണം പോലെ കരിയറിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ആളുകൾ ആ ഒരു കല്യാണം അതിലങ്ങ് ഓക്കെ ആയി പോവും, അവരുമായിട്ട് അങ്ങ് രാജിയായി പോവും. ചില ആള് സംതൃപ്തി ഇല്ലാതെ മുന്നോട്ട് പോകും, ചിലപ്പോൾ തല്ലിപ്പിരിയും. ഈ അവസ്ഥകൾ തന്നെ കോഴ്സിന്റെ കാര്യത്തിലും സംഭവിക്കാറുണ്ട്. 2-3 കൊല്ലം മെനക്കെട്ട് കഷ്ടപ്പെട്ട് ചുണ്ടിനും കപ്പിനും ഇടയിൽ മെഡിസിൻ നഷ്ടപ്പെട്ട ആളുകൾ പിന്നെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് അഗ്രികൾച്ചറോ ഫിഷറീസോ വെറ്റിനറിയോ BDSോ തമ്മിൽ ഭേദം എന്ന നിലക്ക് സെലക്ട് ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ എന്ത് എന്ന ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ B നേരത്തെ തന്നെ സെറ്റ് ചെയ്യാത്തത് കൊണ്ടോ, ഒരു പ്രാവശ്യം അങ്ങ് ഇറങ്ങി നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്ന ഉദ്ദേശത്തിൽ 2ാമത്തെയും 3ാമത്തെയും അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞ് എന്നിട്ടും MBBS കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് സമൂഹം, ചുറ്റുപാടുള്ള ആളുകൾ, വീട്ടുകാർ അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? 22-ഉം 23-ഉം വയസ്സായ വിദ്യാർത്ഥികൾ വരെ MBBS കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കരിയർ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ മാറണം. നോക്ക്, MBBSന്റെ അവസ്ഥയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ BDSനെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചും ഫിഷറീസിനെ കുറിച്ചും വെറ്റിനറിയെ കുറിച്ചും പറയുന്ന അതേ സാഹചര്യം MBBSനും വന്നുകൂടായില്ലല്ലോ. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഏകദേശം 20,000 പേരാണ് കേരളത്തിൽ MBBS പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ പോകുന്നത്. സാച്ചുറേറ്റഡ് ആവില്ല എന്ന് എന്തുറപ്പാണുള്ളത്? നോക്ക്, 25-30,000 രൂപയൊക്കെ സാലറി ഓഫർ ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും ഇപ്പൊ MBBS കഴിഞ്ഞ ആളുകൾക്ക് ഒരു 20 കൊടുക്കുന്നതിനെ കുറിച്ചോ 15 കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരും. 20,000 പേര് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം എടുത്തു നോക്ക്. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 2000-ഓളം MBBSകാർ പാസ് ഔട്ട് ആകും. നോക്ക്, 4,000 പേര് MBBS പാസ് ഔട്ട് ആകുമ്പോൾ 1000-നടുത്ത് മാത്രമേ PG സീറ്റുകൾ ഉണ്ടാവൂ. ആ PG സീറ്റുകളിൽ തന്നെ ഏകദേശം 400-300 അടുത്ത് മാത്രമാണ് മോസ്റ്റ് സോർട്ട് ഓഫ് ബ്രാഞ്ചുകൾ PG ലെവലിൽ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 4,000 പേര് പാസ് ഔട്ട് ആകുന്നതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു 10-12% മാത്രമേ പ്രധാനപ്പെട്ട PG കോഴ്സുകൾക്ക് ചാൻസ് ഉള്ളൂ. അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. BDS കഴിഞ്ഞ ആളുകളും തുടർച്ചയായിട്ട് BDSന് സ്കോപ്പില്ല, വെറ്റിനറി പഠിച്ചിട്ട് കാര്യമില്ല, അഗ്രികൾച്ചറിൽ ഒരുപാട് ആളുകൾ ആയിരിക്കുന്നു, ഫിഷറീസ് കൊണ്ട് എന്ത് കാര്യം? ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് തിരിച്ചെനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാ വർഷവും BDS കഴിഞ്ഞും ഫിഷറീസ് കഴിഞ്ഞും വെറ്റിനറി കഴിഞ്ഞും അഗ്രികൾച്ചർ കഴിഞ്ഞും എത്രയോ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇവരെല്ലാവരും നിരാശരായി ബുദ്ധിമുട്ടായി ഒരു ജോലിയും കിട്ടാതെ അന്തം വിട്ട് നടക്കുന്ന അവസ്ഥയാണെങ്കിൽ
എല്ലാ അഗ്രികൾച്ചർ കോളേജുകളും BDS കോളേജുകളും ഫിഷറീസ് കോളേജുകളും എല്ലാം ബുൾഡോസർ ഇട്ട് നിരത്തി കളഞ്ഞ് നിലവിലുള്ള ആളുകളെയൊക്കെ വെടിവെച്ചു കൊള്ളണം എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? അല്ല. ഞാൻ പറയുന്നത് പാസ് ഔട്ട് ആകുന്ന ആളുകളിൽ പാഷനേറ്റ് ആയ ആളുകൾ എന്തായാലും അവരെന്തെങ്കിലുമൊക്കെ ആവും. ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയുന്നതിനപ്പുറത്തേക്ക് പാഷനേറ്റ് ആയ ആളുകൾ കരിയറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഒരു രസകരമായ ഉദാഹരണമുണ്ട്. ഈ അടുത്ത് എന്നെ കാണാൻ വന്നൊരു പയ്യനുണ്ട്. ആ പയ്യൻ അനിയനെയും കൊണ്ട് വന്നതാ. വന്ന കൂട്ടത്തിൽ അവൻ എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞതുപോലെ ചെയ്ത് ഞാനിപ്പോ MBA ഒക്കെ കഴിഞ്ഞ് 19 lakhs ആനുവൽ CTCയോട് കൂടി 19 lakhs 19 ലക്ഷം രൂപ സാലറിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അന്ന് വന്നപ്പോ റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ റാങ്ക് ഒക്കെ മൊത്തം നോക്കിയിട്ട് സാർ ഒരു ഓപ്ഷൻ വെച്ചു, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതോടൊപ്പം അഗ്രികൾച്ചറോ ഫിഷറീസോ വെറ്റിനറിയോ ഒക്കെ എടുക്കാൻ പറ്റും, റാങ്ക് ഉണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും പ്ലസ് പോയിന്റുകളൊക്കെ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ അഗ്രികൾച്ചറിന് ഊന്നി സംസാരിച്ചിരുന്നു. നോക്ക്, അഗ്രികൾച്ചർ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാനേജ്മെന്റ് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ദെൻ അതുപോലെ തന്നെ മറ്റ് റിസർച്ച് പറഞ്ഞു, ഫുഡ് സയൻസിലേക്ക് മാറാം, പ്ലാന്റ് ജനറ്റിക്സിലേക്ക് മാറാം, മെഡിസിനൽ പ്ലാന്റ്സിലേക്ക് മാറാം, ഡയറി സയൻസ്, ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലുള്ള ചില ഡിപ്ലോമ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇർമ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, അതുപോലെ കൊൽക്കത്ത IIM-ലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലുള്ള അഗ്രി ബിസിനസ് മാനേജ്മെന്റിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ഈ പ്രോഗ്രാമിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പോയി. അന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കുറെ ഓപ്ഷൻസ്, ഫിഷറീസിന്റെ, വെറ്റിനറിയുടെ, BDS-ന്റെ ഓപ്ഷനൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടതാ. ആ പയ്യൻ പിന്നെന്ത് ചെയ്തു? ഞാൻ പിന്നെ കാണുമ്പോൾ അനിയനെയും കൊണ്ടുവന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാ, ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ സാർ പറഞ്ഞതുപോലെ ഞാൻ ക്യാറ്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങളിൽ ഒരു ഏകദേശം ധാരണ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്ത് മൊത്തത്തിലൊന്ന് പഠിച്ചു. നോക്ക്, അവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ വർക്ക് ഫോഴ്സിന്റെ 50% എൻഗേജ് ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്. നോക്ക്, ഇന്ത്യയുടെ GDP-യുടെ 17% വരുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ്. അപ്പൊ വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആ മേഖല ഉണ്ട്, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കരിയേഴ്സിൽ. അതുകൊണ്ട് MBA എടുക്കുന്നതിൽ തെറ്റില്ല. ദെൻ ഹയർ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ MBA അവന് ഭയങ്കര ക്ലിക്കായി, അഗ്രികൾച്ചറും MBA-യും. അങ്ങനെ പോയിട്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ ക്യാറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ദെൻ മാത്സിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ദെൻ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്ക് ഒരു ഓൺലൈൻ കോച്ചിങ്ങിനൊക്കെ പോയി. ഇർമയിലും ദെൻ IIM കൊൽക്കട്ടയിലും കിട്ടുമെന്നെത്തി. പക്ഷെ IIM കൊൽക്കട്ടയിൽ നഷ്ടപ്പെട്ടു, പാതി വഴിക്ക് നഷ്ടപ്പെട്ടു. ഇർമയിൽ ക്ലിയർ ചെയ്തു, പഠിച്ചു, ഇപ്പൊ നല്ല ജോലി കിട്ടി. നോക്ക്, അഗ്രികൾച്ചറിന് അഗ്രി ബിസിനസ് മാനേജ്മെന്റിലേക്ക്, അഗ്രികൾച്ചറിന് റൂറൽ മാനേജ്മെന്റിലേക്ക് കരിയർ സ്വിച്ച് ഓവർ ചെയ്യാൻ നമുക്ക് പറ്റും. അഗ്രികൾച്ചർ എടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സിൽ അഗ്രി സ്പെഷ്യലൈസേഷനോടുകൂടി റിസർച്ചിലേക്ക് വരാം. ദെൻ മെഡിസിനൽ പ്ലാന്റ്സിലും ദെൻ അതുപോലെ തന്നെ ആരോമാറ്റിക് പ്ലാന്റ്സ് ഒക്കെ പോലുള്ള ഏരിയകളിലൊക്കെ റിസർച്ച് ചെയ്ത് കരിയർ ഓപ്ഷൻസ് ഡിഫറെന്റ് ആയ മേഖലകളിൽ ഫുഡ് സയൻസിലേക്ക് മാറാം, MTech ചെയ്യാം. അഗ്രികൾച്ചറുകാർക്ക് രസകരമായ വൈവിധ്യങ്ങളുണ്ട്. ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ പണ്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഞാനിങ്ങനെ, പെൺകുട്ടിയാണ്, വന്ന് വർത്താനമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ അഗ്രികൾച്ചർ പഠിക്കാൻ ആ കുട്ടി MBBS 2 പ്രാവശ്യം ട്രൈ ചെയ്തു, വേണ്ട, മൂന്നാമതൊരു സൂപ്പർ റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരം ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത്. അപ്പൊ ആളെന്ത് ചെയ്തു, ഈ അഗ്രികൾച്ചറിന്റെ ഒപ്പം തന്നെ ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്, കോളേജിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു 50 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 കുട്ടികൾ മാത്രമേ വളരെ കൃത്യമായി പാഷനേറ്റ് ആയിട്ട് അഗ്രികൾച്ചർ എടുക്കാൻ വന്നിട്ടുണ്ടാവുള്ളൂ. ഈ 10-40 വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം അവർ 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടാത്ത ആളുകളായിരിക്കും. മാത്രമല്ല MBBS കിട്ടാത്തതുകൊണ്ട് അഗ്രികൾച്ചറിലേക്ക് വന്നു. ദെൻ അഗ്രികൾച്ചറിൽ വന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് കൂടെ പഠിച്ച ആള് MBBS-ന് തൃശ്ശൂർ പഠിക്കുന്നു, കോഴിക്കോട് പഠിക്കുന്നു എന്നൊക്കെ മെസ്സേജ്, ഭയങ്കര വൈബാണെന്ന് പറയുന്നു, രസമാണെന്നൊക്കെ പറയുന്നു. നമ്മളെ കുത്താൻ ചിലപ്പോൾ ഒന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. നാട്ടിലെത്തുമ്പോൾ അഗ്രികൾച്ചറെ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദ്യങ്ങൾ ബന്ധു വീട്ടിലൊക്കെ വരുമ്പോൾ, കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ, അടിയന്തിരത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ, മാനസികമായിട്ട് അതിന് തയ്യാറാവാത്ത ആളുകൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് മൂലയിൽ ഒതുങ്ങും. അഗ്രികൾച്ചറിനോട് ഒരു പാഷൻ ഉണ്ടാവില്ല. ഫിഷറീസിനോടോ പഠിക്കാൻ ചേർന്ന വെറ്റിനറിയോടോ BDS-നോടോ ഒരു മമത ഉണ്ടാവില്ല. അപ്പൊ മെന്റലി അവർ ഡൗൺ ആവും. അതേസമയത്ത് വളരെ പാഷനേറ്റ് ആയിട്ട് എടുത്ത ആളുകളോ
അവരതിൽ ക്ലിക്കായി, അതിൽ അടുത്ത വഴികളെ കുറിച്ച് ആലോചിക്കും. ഈ പെൺകുട്ടിയോട് അതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു ഞാൻ, ഇങ്ങനെയൊക്കെ കാണണം മനസ്സിൽ. ഇവളെന്ത് ചെയ്യുന്നറിയോ, ഡിഗ്രി നന്നായി പഠിച്ചു. ഡിഗ്രി നന്നായി പഠിച്ചതിന്റെ ഒപ്പം തന്നെ ഒറ്റ സ്ട്രെച്ചിൽ PGയിലേക്ക് MSCയിലേക്ക് മാറി. ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഡിഗ്രിയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും PSC SSC ഒക്കെ പ്രിപ്പയർ ചെയ്തു. സോയിൽ ഓഫീസറായിട്ട് ജോലിക്ക് കയറി, ജോലി കിട്ടി. ജോലി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ അഡ്വൈസ് മെമ്മോ വന്നു. ദെൻ കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് കയറി. ആൾ എന്ത് ചെയ്തു, എന്നെ കാണാൻ വന്നു, അനിയത്തിയും കൊണ്ട് കരിയർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി. നമുക്ക് രസകരമായ ഓപ്ഷൻ അല്ലേ? ഫാർമസി പഠിച്ച ഒരാളെ കുറിച്ച് നമുക്കറിയാമല്ലോ അല്ലെ. ലോകത്ത് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഫാർമസി കഴിഞ്ഞിട്ട് ദെൻ ന്യൂറോ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത റിസർച്ചിൽ വന്ന് ന്യൂറോൺ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന തോമസ് വുഡ്കെ, ജെഫ്രി മക്ലിസി പോലുള്ള വളരെ പ്രസിദ്ധരായ സയന്റിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരി പത്മനാഭൻ ദെൻ ഫാർമസി കഴിഞ്ഞ ആളാണ്. നമുക്ക് വളരെ രസകരമായ കരിയർ ഓപ്ഷനിലേക്ക് പലതിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. വെറ്റിനറി പഠിച്ച ഒരാളുണ്ട്, അമ്പലപ്പുഴക്കാരൻ ഡോക്ടർ EP കൃഷ്ണമേനോൻ. അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, രസകരമാണ് അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹം വെറ്റിനറി കഴിഞ്ഞ് ഫാർമക്കോളജിയിലേക്കാണ് സ്വിച്ച് ചെയ്തത്. നോക്ക് നിങ്ങൾ, MS ഫാർമക്കോളജി പഠിച്ചത്, MBSc കഴിഞ്ഞിട്ടാണ് ഫാർമക്കോളജി റിസർച്ചിലേക്ക് അദ്ദേഹം പോയത് കേട്ടോ. ഫാർമക്കോളജി പഠിച്ച് ലോകത്ത് വില കുറഞ്ഞ ക്യാൻസർ മെഡിസിനുകളിൽ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വെറ്റിനറിയിൽ നിന്ന് മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു കരിയറിലേക്ക് നമ്മൾ പൊതുവേ പറയുന്നതാണ് ആയുർവേദ സ്യൂഡോ സയൻസ് ആണെന്ന് അല്ലെ. നമുക്ക് ആയുർവേദത്തെ വളരെ രസകരമായി സമീപിച്ച ആളാണ് ഡോക്ടർ സഞ്ജീവ് കുമാർ ഓജ. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്നു. നമ്മൾ ആധുനിക മെഡിസിന്റെ ചില ആളുകളെങ്കിലും ഇനി ആധുനിക മെഡിസിൻ പഠിക്കാത്ത സയന്റിസ്റ്റുകൾ, സയന്റിഫിക് ടെമ്പർ ഉള്ള ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ആയുർവേദത്തെ പലപ്പോഴും സ്യൂഡോ സയൻസ് ആയിട്ട് പറയാറുണ്ട്. അദ്ദേഹം അതേ ആയുർവേദം പഠിച്ച ആളാണ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. 13 പേറ്റന്റുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ദെൻ ആയുർവേദ മെഡിസിനൽ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണത്തിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉപയോഗിച്ച് മെഡിസിൻ ഉണ്ടാക്കി അദ്ദേഹത്തിന് റോയൽറ്റി കൊടുക്കുന്നത്. നമുക്ക് രസകരമാണ് കരിയർ ഓപ്ഷൻസ്. നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് MBBS അല്ലെങ്കിൽ ഓപ്ഷൻ MBBS മാത്രമാണ് ലോകത്തിന്റെ അവസാനം എന്ന് ചിന്തിക്കാതെ മറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് കൂടി എന്ത് ചെയ്യണം, ചിന്തിക്കുകയും കരിയർ ഓപ്ഷൻസ് ഉണ്ടാക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്, ഈ പലപ്പോഴും താല്പര്യമില്ലാതെ മെഡിസിൻ കിട്ടാത്തത് കൊണ്ട് വൈക്ലഭ്യത്തോടെ വിഷണ്ണരായി ഭയങ്കര ദുരന്തം നേരിടുന്ന ആളുകളെ പോലെ സങ്കടകരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ, ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ദുരന്തത്തിൽ അവസാനിക്കും. BDS MBBS കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന കുറെ കുട്ടികൾ, BDS കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഈ നാട്ടുകാരുടെ വായിൽ കൈയിടാൻ താല്പര്യമില്ല, എനിക്ക് വേറെ എന്തെങ്കിലും വേണം. ഡിഫറെന്റ് ആയ കോഴ്സുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനാണ് ഞാൻ വന്നത്. അന്ന് BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വ്യതിരിക്തമായ ഒരു കോഴ്സ് ചെയ്യാനാണെങ്കിൽ നീ MTech ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്നെ വളരെ രൂക്ഷമായിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ തമാശ പറയണം, BDS പഠിച്ച ഒരാളെങ്ങനെ MTech ചെയ്യാം? BDS പഠിച്ച ഒരാൾക്ക് MTech ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് MTech പ്രോഗ്രാം കൊടുക്കുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് ഖരഗ്പൂർ IIT ആണ്, മുംബൈ IITയിൽ കൊടുക്കുന്നുണ്ട്. BDS കഴിഞ്ഞ ആള്, വെറ്റിനറി കഴിഞ്ഞ ആള്, BPharm കഴിഞ്ഞ്, MPharm കഴിഞ്ഞ്, MBBS കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് മാറാം. ഇങ്ങനെ രസകരമായ ഹയർ ഓപ്ഷൻസും വെറൈറ്റി ഓപ്ഷൻസും ഉണ്ട്. ജനറ്റിക്സിലേക്ക് പോവാം, ബയോടെക്നോളജിയിലേക്ക് പോകാം, മൈക്രോബിയൽ ജീൻ ടെക്നോളജിയിലേക്ക് വരാം, ചില സ്പെഷ്യലൈസേഷനിലേക്ക്, ലൈഫ് സയൻസിന്റെ ഒരുപാട് രസകരമായ സ്പെഷ്യലൈസേഷൻസിലേക്ക്, വൈറോളജി, ഇമ്മ്യൂണോളജി, പാരസൈറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, ഇങ്ങനെ ഒരുപാട് ഏരിയകളിലേക്ക് നമുക്ക് പരകായ പ്രവേശം നേടാൻ പറ്റും. അപ്പൊ കരിയറിന്റെ സ്റ്റൈല് തന്നെ മാറും. BDS പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്തെന്ന് അറിയോ, BDS കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നേരെ പോയത് MBA ഹെൽത്ത് കെയർ മാനേജ്മെന്റിലേക്കാണ്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പഠിച്ച് ഇന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ രസകരമായ ഓപ്ഷൻസിലേക്ക് ഹോമിയോ ആയുർവേദം എടുക്കുമ്പോൾ, ഹോമിയോയെ കുറിച്ച് ഞാൻ പറയാം, ഒരു പീഡിയാട്രിക് ഇന്റർവെൻഷൻസ് ധാരാളം ചാൻസുകൾ, അവസരങ്ങൾ നമ്മുടെ കുടുംബം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരു 10 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ ഹോമിയോ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ മിനിമം 5-6 വയസ്സ് വരെയെങ്കിലും നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളും ഒരു പ്രാവശ്യമെങ്കിലും ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും. ഒരു ഇനീഷ്യൽ ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്
ഹോമിയോ. പക്ഷെ ഹോമിയോനെ കുറിച്ച് പറയുമ്പോൾ പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റീവ്ലി കുറവ്. ദുബായിലൊക്കെ ഇപ്പൊ ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ദെൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് ചാൻസ് കുറവാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഹോമിയോനെ തള്ളുന്നത്. പക്ഷേ ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ച് പീഡിയാട്രിക് ഇന്റർവെൻഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കരിയർ എന്ന നിലക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാനൊക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ക്ലിനിക്കൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പെരുമാറ്റവും നമ്മളുടെ ഈ ഹോമിയോനുള്ള നമ്മളുടെ ഇൻട്രസ്റ്റും നല്ലതാണെങ്കിൽ, നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ നല്ലൊരു ഡോക്ടറായി മാറാൻ പറ്റും, PG ഒന്നും ഇല്ലാതെ. പക്ഷെ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മളൊരു 45-50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ആയുർവേദത്തെ യൂസ് ചെയ്ത് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ഇനി അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഡോക്ടറുടെ തലയിലായിരിക്കും. തല നിറച്ചിട്ടുണ്ടോ, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ, എങ്കിൽ മാത്രം പോവാ എന്ന ഉദ്ദേശത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ വളരെ ഇന്നോവേറ്റീവായ, വളരെ റിസർച്ച് ഓറിയന്റഡ് ആയ, എക്സ്പ്ലോറിംഗ് ആയ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രഡീഷണൽ മെഡിസിനും ട്രൈബൽ മെഡിസിനൊക്കെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടി പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവർക്ക് ലൈസൻസ് എടുക്കാം മെഡിസിൻ ഉണ്ടാക്കുന്നതിനുള്ള, ഏറ്റവും സെൻസിറ്റീവായ കേസുകൾ മുഴുവൻ വരുന്നത് ആയുർവേദമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് അലർജിക്കുമായിട്ട് ബന്ധപ്പെട്ട്, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ അനുഭവങ്ങളുള്ള, പേഴ്സണലി ഉള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ മോളുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ തന്നെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ആയുർവേദത്തെയും ഹോമിയോയും പല ഘട്ടങ്ങളിലും സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ വളരെ ആത്മാർത്ഥതയുള്ള, വളരെ പാഷനേറ്റ് ആയിട്ട്, ഇന്നോവേറ്റീവ് ആയിട്ട്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ഡോക്ടർമാരെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റുകൾ പലപ്പോഴും എൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു എന്നത് അനുഭവം കൊണ്ട് പറയുന്നു. പക്ഷെ അത് പാഷനേറ്റ് ആയിരിക്കണം. നിങ്ങൾ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഡോക്ടർ എന്ന് വെക്കാം എന്നതുകൊണ്ട് ആയുർവേദം എടുക്കുകയോ ഹോമിയോ എടുക്കുകയോ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. അത് നെഗറ്റീവായി മാറുകയാണ് ചെയ്യുക. ഭയങ്കര രസകരമായ ഹയർ ഓപ്ഷൻസ് പല കോഴ്സുകൾക്കും നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ വെറ്റിനറി എടുത്ത ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഫോറസ്ട്രി സർവീസ് എക്സാം എഴുതാം, വൈൽഡ് ലൈഫ് സയൻസിലേക്ക് മാറാം, അവർക്ക് ഡയറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുള്ള ഹയർ സ്റ്റഡീസിന് പോവാം. ഈ വെറ്റിനറിയും ഫിഷറീസും ഫോറസ്ട്രിയും അഗ്രികൾച്ചറും കഴിഞ്ഞ ആൾക്ക് MTech കോഴ്സുകൾ, ഇപ്പൊ റിമോട്ട് സെൻസിങ് പോലുള്ളത്, ബയോ ഇൻഫർമാറ്റിക്സ് പോലുള്ള പ്രോഗ്രാമുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള MTech പ്രോഗ്രാമുകൾ, ഇതിലേക്കൊക്കെ മാറാം. ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിലേക്ക്, ബോട്ടാണിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിനൽ പ്ലാന്റ്സും അതുപോലെ തന്നെ അരോമാറ്റിക് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ഓറിയന്റേഷനിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ചില ആളുകളുണ്ട്, എൻ്റെ അടുത്തൊരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, MBBS പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് പ്രാക്ടീസിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതേ സമയത്ത് ഒരു ടെക്നോളജിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, മാത്സ് ആയിരുന്നു എൻ്റെ കോർ സബ്ജക്ട്. ഇപ്പൊ ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. ഒന്ന്, മെഡിക്കൽ പ്രാക്ടീസിന് താല്പര്യമില്ല, അതേ സമയത്ത് മാത്സിനോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഒരു ടെക്നോളജി ഓറിയന്റേഷനിലേക്ക് മാറാം. മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയും MTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള ഏരിയകൾ, ബയോ ഇൻഫർമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, ഒരുപാട് രസകരമായ മേഖലകളിലേക്ക് മെഡിസിൻ മാറാം. നോൺ ക്ലിനിക്കൽ റിസർച്ച് ഓറിയന്റഡ് ഏരിയകളിൽ, പ്രത്യേകിച്ച് മൈക്രോബയോളജി, MD മൈക്രോബയോളജി എടുത്തതിന് ശേഷം ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിയും ഒക്കെ പോലുള്ള ഏരിയകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് 2018 നൊബൽ പ്രൈസ് മെഡിസിനിൽ കിട്ടിയ 2 പേര്, ടസുക്കു ഹോഞ്ചോയും അതുപോലെ തന്നെ ജെയിംസ് പാട്രിക് അലിസണും. ഈ 2 പേരിൽ ഒരാൾ മൈക്രോബയോളജി BSc MSc പഠിച്ച് റിസർച്ച് ചെയ്ത ആളും, മറ്റൊരാൾ ടസുക്കു ഹോഞ്ചോ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിൻ കഴിഞ്ഞ് മെഡിസിന് ശേഷം ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിലേക്ക്, ഇമ്മ്യൂണോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് ക്യാൻസർ സെല്ലുകളുടെ വളർച്ച തടയുന്ന രീതിയിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനെ കുറിച്ചുള്ള മെത്തഡോളജി ആവിഷ്കരിച്ചെടുത്തതിനാണ് അവർക്ക് മെഡിസിനിൽ നൊബൽ പ്രൈസ് കിട്ടിയത്. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. കരിയർ, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഒരു കാര്യത്തിൽ പാഷനേറ്റ് ആയിട്ട് ഇറങ്ങി തിരിച്ചാൽ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു കോഴ്സിൽ പോയി പെട്ടു, എന്നാൽ പോലും നിങ്ങൾ അതിൽ മാക്സിമം നിങ്ങൾ ഇൻപുട്സ്, നിങ്ങൾ മാക്സിമം ഇഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ, നിങ്ങൾ അതിനോട് രാജിയായി, അത് നിങ്ങൾ ഈ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കോഴ്സിന്റെ പോസിറ്റീവ്സ് മാത്രമല്ല, നെഗറ്റീവ്സിനെയും ആക്സെപ്റ്റ് ചെയ്ത് അതിനെ പൂർണ്ണമായും നമുക്ക് അതിൽ സമർപ്പിക്കാൻ കഴിയുമ്പോൾ കരിയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്നതുപോലെ, അതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ, ഏത് മേഖലയിലും അതിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, 100% ഡെഡിക്കേറ്റ് ചെയ്താൽ കരിയർ ഉണ്ടാക്കിയെടുക്കാം. ദെൻ ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ അത് മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ട് MBBS അല്ലെങ്കിൽ പ്ലാൻ B എന്ന ഓൾട്ടർനേറ്റീവ് സെറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നിടത്താണെങ്കിൽ അത് വെച്ചുകൊണ്ട് അഗ്രികൾച്ചറിലെ ഹയർ സ്റ്റഡീസിനോ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ജോബിനോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ MBAയിലേക്ക് മാറുന്നത് പോലെ വെറ്റിനറി പഠിച്ചു, വെറ്റിനറി റിസർച്ചുമായിട്ട് നോക്കാം. വെറ്റിനറിയുടെ ഒരു പ്രത്യേകത എന്താ? നല്ല ക്ഷമ വേണം. മൃഗങ്ങൾക്ക് അവരുടെ രോഗങ്ങളെ കുറിച്ച് നമ്മളോട് പറയാൻ പറ്റില്ല, മനുഷ്യന്മാരെ ചികിത്സിക്കുന്നത് പോലെയല്ല. നല്ല ക്ഷമ വേണം, നല്ല ഒബ്സർവേഷൻ വേണം. മൃഗങ്ങളുടെ ചേഷ്ടകളും അനക്കങ്ങളും അടക്കങ്ങളും കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആത്മാർത്ഥത സത്യത്തിൽ ആ ഫീൽഡിൽ ഒരു ഒബ്സർവേഷനും എക്സ്പ്ലോറേഷനും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭയങ്കര രസകരമായിട്ട് എന്ത് ചെയ്യാം, ഇൻവോൾവ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ വെറുതെ ഒരു വർത്തമാനം പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ, കേരളത്തിൽ ഒരു പ്രൈവറ്റ് പെറ്റ് ക്ലിനിക്കിന്റെ സ്കോപ്പുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ മക്കളൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താലോലിക്കാനും മൃഗങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, പെറ്റുകളെ ഉണ്ടാവുള്ളൂ എന്നൊരു ഘട്ടത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രൈവറ്റ് ക്ലിനിക്കുകൾക്ക് പ്രസക്തി. നിങ്ങൾ നോക്കിയാൽ കേരളത്തിൽ ഒരു പിഡോഡോണ്ടിക് സ്പെഷ്യലൈസ് ചെയ്ത ഒരു 5-10 വയസ്സ് വരെയുള്ള മക്കളുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലേ സ്റ്റേഷനും അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുട്ടികൾക്കുള്ള ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളൊക്കെ വിൽക്കുകയും ചെയ്യുന്ന ഒരു ഡെന്റൽ ക്ലിനിക്കിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം എന്നിടത്താണ് കരിയർ ഓപ്ഷൻസ് ഉണ്ടാവുക. ഇനി വെറ്റിനറിയെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചും ഫിഷറീസിനെ കുറിച്ചും ഫോറസ്റ്റിനെ കുറിച്ചും അതിന്റെ ഹയർ ഓപ്ഷൻസിനെ കുറിച്ചും BDSനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി വ്യത്യസ്തമായി വ്യതിരിക്തമായ വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് വരാം. അതുവരെ കാത്തിരിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.